ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോക്ക് ലൈക്ക് തരാനാരും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പെരിഞ്ജീരകം വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് എങ്ങനെയാണ് പൊടി തയ്യാറാക്കുക എന്നുള്ള കേട്ടോ. നമ്മളെ വീട്ടിലുള്ള വിഭവങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ റമളാനാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയും മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പെരിഞ്ജീരകം വെച്ചിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പെരിഞ്ജീരകം കഴുകിയിട്ട് ഉണക്കി കൊടുന്നാട്ടത് അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. പെരിഞ്ജീരകം നമ്മൾ മീൻ പൊരിക്കുമ്പോഴും ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതിലേക്ക് 1-2 ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. ഒരു പീസ് പട്ട, ഒരു 3 കറാമ്പൂവ്, ഇത്രയും മതിയാവും കേട്ടോ. പെരിഞ്ജീരകം തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ, അപ്പോൾ അതിലേക്ക് ഇത്രയും ആഡ് ചെയ്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ആ ഒരു പട്ടയും കറാമ്പൂവൊക്കെ ഒന്നും കൂടി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കറിവേപ്പിലയും കൂടി നന്നായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിയണ വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും ഒരു 3 ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാനിവിടെ പെരിഞ്ജീരകം പൊടിക്കാറ്. നല്ല ടേസ്റ്റായിട്ട് നമ്മൾ മീൻ പൊരിക്കുമ്പോഴും മീൻ കറിയിലും നമ്മൾ ഇപ്പോൾ ഈ റമളാനിലാകുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ, പൊരിക്കടി അങ്ങനെയിലൊക്കെ ഓരോന്നുള്ളിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വേറൊരു സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പെരിഞ്ജീരകം ഇപ്പം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില ഒന്ന് ചൂടായി വരുവോളം ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. കാരണം നന്നായിട്ട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പൊടിയുടെ സ്മെല്ലൊന്നും കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടോ. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫൈൻ പൊടിയാക്കി എടുക്കുക. നല്ല സ്മെല്ലാട്ടോ, ഇപ്പം തന്നെ നല്ല സ്മെല്ലിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ ഇത് റമളാനിന് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ വിഭവങ്ങളിലൊക്കെ ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെരിഞ്ജീരകം വാങ്ങിയിട്ട് ഇതുണ്ടോ, നല്ലൊരു നമ്മളെ ചിക്കനിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവില്ല, അതുപോലെയൊക്കെ ഒരു മണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നമുക്ക് പൊടിച്ച് വെച്ച പൊടി ഇതുപോലെയുള്ളൊരു ജാറിലോ അല്ലെങ്കിൽ ഡപ്പയിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കട്ടോ. ഇത് കേടുവരൊന്നുമില്ല. ഒരുപാട് നാൾ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം പെരിഞ്ജീരകം ആകുമ്പോൾ നമ്മൾ ഡയലി എടുത്തിട്ട് ഇങ്ങനെ അരക്കണ്ടേ. ഇതാകുമ്പോൾ ഇന്നുള്ളതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നുണ്ട്.